നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ പൂജയില് നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി വരുന്ന ഒരു മാസക്കാലത്തില് 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. ചില അധ്യായങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അടയാൻ പോവുകയാണ്. ഒരിക്കലും കഴിയില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയാണ്. ചില ആളുകളുമായിട്ടുള്ള വേർപിരിയലൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതാണ് നമ്മളുടെ ജീവിതം. അപ്രതീക്ഷിതമായിട്ടുള്ള വഴിത്തിരിവുകൾക്ക് മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കാറുണ്ട്. പക്ഷെ വിധിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അവിചാരിതമായിട്ടുള്ള സംഭവങ്ങളിലെ നമ്മൾ തകർന്നു പോകാതെ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാവുന്നത്. വേദജ്യോതിഷം അനുസരിച്ച് ഓരോ മാസവും ഗ്രഹനക്ഷത്രങ്ങളുടെ സ്ഥാനത്തിലും ചലനത്തിലുമുള്ള വ്യത്യാസം കൊണ്ട് 12 രാശികൾക്കും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസവും ഓരോ രാശികൾക്കും ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ 3 രാശികളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ചില വേണ്ടപ്പെട്ട ബന്ധങ്ങൾ ഈ അടുത്ത മാസം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചില വാതിലുകൾ അടയാൻ പോവുകയാണ്. പക്ഷേങ്കിൽ മറ്റുള്ള ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയും ചെയ്യുന്നുണ്ട്. ഇവയെ നിങ്ങൾ, ഈ മാറ്റത്തെ നിങ്ങൾ ധൈര്യപൂർവ്വം വേണം സ്വീകരിക്കുവാന്. ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്ന ചില നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇത് സംഭവിക്കാൻ പോകുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗമടങ്ങുന്ന മേടം രാശിക്കാർക്കാണ്. ഇത് ആരംഭിക്കുന്നത് ഫെബ്രുവരി 18 മുതലാണ് ഈ രാശിക്കാർക്ക്. ഈ സമയത്ത് മേടം രാശിക്കാര് നിങ്ങളുടെ സമാധാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ മുൻതൂക്കം നൽകാൻ ആരംഭിക്കുന്നുണ്ട്. അതോടെ നിങ്ങളുടെ ഉപബോധ തലം കൂടുതൽ സജീവമാകുന്നുണ്ട്. അടിച്ചമർത്തിയ വികാരങ്ങളും വിഷമങ്ങളെയും എല്ലാം അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ തന്നെ ചില മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. കയ്പും മധുരവും ചേർന്ന ഒരു വികാരം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്നതാണ്. മാറ്റത്തിന്റെ ഒരു സാധ്യതയാണ് മേടം രാശിക്കാർക്ക് ഈ സമയത്ത് കാണുന്നത്. ചില വാതിലുകൾ നിങ്ങൾ കൊട്ടിയടയ്ക്കുന്നുണ്ട്. വേദനാജനകവും ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഭയവും ആശങ്കയും അരക്ഷിതാവസ്ഥയും നൽകുന്ന ഓർമ്മകളെ എല്ലാം നിങ്ങൾ തൂത്തെറിയുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. വർത്തമാനകാലത്തിന് നിങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. ഇങ്ങനെ ഈ സമയത്തുള്ള മാറ്റത്തിലൂടെ സ്വന്തം ആത്മാവിനോടും മനസ്സിനോടും നിങ്ങൾ കൂടുതൽ പ്രതിബദ്ധത കാണിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ശാന്തത കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. നഷ്ടങ്ങളെ തുടർന്നുള്ള മുറിവുകൾ നിങ്ങൾക്ക് ഉണങ്ങുവാനും കൂടുതൽ വളർച്ച നേടുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ചില അധ്യായങ്ങൾ നിങ്ങളല്ല, ചില ബന്ധങ്ങൾ അടച്ചിടേണ്ടി വരുമെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് ശക്തമായി നിങ്ങൾ പിന്മാറുന്നു എന്നാണ് കാണുന്നത്. ഈ പിന്മാറ്റം മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമൃദ്ധി എല്ലാം വന്നു ചേരുന്നതാണ്. സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കാനും നിങ്ങളുടെ താല്പര്യങ്ങളെ പിന്തുടരാനും നിങ്ങൾ ശ്രമിക്കുക. അതേസമയം മന്ദഗതിയിലെ ഒരു ആത്മപരിശോധന നടത്തുന്നതും വളരെ നല്ലതാണ്. വികാരങ്ങൾ നിങ്ങൾ അടിച്ചമർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിത വിജയത്തിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക എന്നാണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ചം നൽകുന്ന സന്ദേശം. അടുത്തായിട്ട് പുണർദം കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകം രാശിക്കാർക്കാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്. ഫെബ്രുവരി 24 ചൊവ്വ വക്രഗതി അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതോടെ തീവ്രമായ പരിവർത്തന കാലത്തിൽ നിന്നും കർക്കിടകം രാശിക്കാര് മോചിതരാകുകയാണ്. ഈ മാസം മുഴുവനും ഈ രാശിയിൽ ജനിച്ചവർ സ്വയം കരുതലിന്റെയും സ്നേഹത്തിന്റെയും വില തിരിച്ചറിയുന്നതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്യണം. ചില ബന്ധങ്ങൾക്ക് മുമ്പിൽ അംഗീകരിക്കപ്പെടുക എന്ന അടിസ്ഥാനപരമായിട്ടുള്ള വൈകാരിക ആവശ്യം അത് മറന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളെ ചില ബന്ധങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതൊക്കെ അവർ മറന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി കളയുക എന്നാണ് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഒരു സന്ദേശം. ഈ കാലയളവിൽ സമാധാനത്തിലേക്ക് തിരിച്ചെത്തുവാനുള്ള ഒരു സമയമാണ് നിങ്ങളുടേത്. സ്വന്തം അധികാരത്തെയും കഴിവുകളെയും മൂല്യത്തെയും നിങ്ങൾ തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട
ഏറ്റവും വലിയൊരു സമയമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. സ്വന്തം തോന്നലുകളുടെയും ഉൾവിളികളുടെയും പിറകെ പോകുവാനാണ് പ്രപഞ്ചം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ചില ബന്ധങ്ങൾ അറുത്തുമാറ്റാനും ചില അതിരുകൾ വയ്ക്കാനും നിങ്ങളോട് പ്രപഞ്ചം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ സ്വാധീനിക്കുന്ന ടെൻഷനുകൾ നിങ്ങൾ ഒഴിവാക്കി കളയണം എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. പങ്കാളിയോ പ്രണയിക്കുന്നവരോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജീവിതം സുരക്ഷിതമാക്കുന്നതിനുമാണോ നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും ആയിരിക്കും നിങ്ങൾ ഇതുവരെ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇനിയും മുതൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും നിങ്ങൾ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുക. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. സ്നേഹമെന്നാൽ ത്യാഗമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വരുന്ന ഒരു മാസക്കാലം. പ്രണയനഷ്ടത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് നിങ്ങൾ വിശ്രമത്തിന് മുൻതൂക്കം നൽകുന്നത് വളരെ നല്ലതാണ്. പറ്റില്ല എന്ന് പറയേണ്ട ഇടങ്ങളിൽ മടിക്കാതെ പറ്റില്ല എന്ന് പറയുക. നിങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ തിരിച്ചറിയുവാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമായി എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഈ 6 നക്ഷത്രക്കാർക്കുള്ള സന്ദേശമാണ്, പ്രപഞ്ചത്തിന്റെ സന്ദേശമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.